ഇങ്ങനെ കരഞ്ഞു മുങ്ങി പോകുമ്പോൾ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഈ പോയ പോക്ക് അതേപോലെ തിരിച്ചു വരേണ്ടി വരുന്നു. ഫൈനലി എക്സാം ഒക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോവാണ് പോണ്ടിച്ചേരിക്ക്. ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ബാംഗ്ലൂരിൽ നിന്നായിരുന്നു. കറക്റ്റ് ടൈമിനുണ്ട് ഞാൻ സ്ഥലത്തെത്തി, ബോർഡിംഗ് പോയിന്റിലെത്തി. പക്ഷെ വിളിച്ചു നോക്കിയപ്പോൾ ഒരു ബസ് പഞ്ചറാണ്, ടയർ പഞ്ചറാണെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യാമെന്ന് കരുതി കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. ഏകദേശം 2 hours ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. വഴി കൂടെ പോകുന്നവരൊക്കെ എന്നെ നോക്കുക. മെയിൻ റോഡിലാണ് ഞാൻ നിൽക്കുന്നത്, സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഞാൻ നിൽക്കുന്നത്. അവസാനം മനസ്സിലായി അവർ പറ്റിച്ചു. പിന്നെ വിളിക്കുമ്പോഴൊക്കെ കോള് കട്ടാക്കുക, ലൈവ് ട്രാക്കിംഗ് ആണെങ്കിൽ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു അവർ. വേറെ ബസ് ബുക്ക് ചെയ്ത് പോകാനാണെന്നുണ്ടെങ്കിൽ ബോർഡിംഗ് പോയിന്റ് ഒക്കെ ഒരുപാട് അപ്പുറത്തായിരുന്നു. പിന്നെ അങ്ങോട്ട് പോകാന്നുള്ളത് ഇത്തിരി സ്യൂട്ട് കേസും ലഗേജൊക്കെ വെച്ചിട്ടാണ് പോകാന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിരുന്നില്ല. പിന്നെ വേറെ വഴിയൊന്നും മുന്നിലുണ്ടായിരുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. നേരെ തിരിച്ച് മൈസൂർക്ക് തന്നെ ബസ് കയറി. തിരിച്ചെത്തിയപ്പോഴത്തേനും ഏകദേശം 12:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു നൈറ്റ്. പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. തിരിച്ച് വന്നപ്പോൾ ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് വേണ്ടി ലോഡ് ഫ്രൈസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇവർ. ഇനി നമ്മൾ എന്നാ കാണുക എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ടാണ് പോയത്. പക്ഷെ ഇത്ര പെട്ടെന്ന് തിരിച്ച് വീണ്ടും കാണേണ്ടി വരും എന്നുള്ളത് ആരും എക്സ്പെക്ട് ചെയ്തില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളവിടെ കിടന്ന് ഉറങ്ങി.